അപ്പോൾ ഇതാണ് 40 രൂപയ്ക്കുള്ള ഊണ്. ഇത്ര അല്ല കേട്ടോ, ചോറ് എത്ര വേണമെങ്കിലും തരും. എനിക്ക് കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് രാത്രി ഇപ്പോൾ കുറേ കാലമായിട്ട് ചോറ് കഴിക്കലില്ല, അതുകൊണ്ട് കുറച്ച് മേടിച്ചതാണ്. സാമ്പാറും ഇതാ ഒരു ക്യാരറ്റിൻ്റെ തോരനും ഉണ്ട്, പിന്നെ മാങ്ങാച്ചാറ്. ഇത് മൂന്നാണ് ഉള്ളത്. ഇപ്പോൾ ഊണ് 40 രൂപയ്ക്ക് തന്നെ. ഊണ് 40. ഇനി ആൾക്കാർ അറിഞ്ഞു വരണം മോനെ. നേരത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു ഫെമിലിയർ ആയിട്ടുള്ള സ്ഥലത്തും പിന്നെ ആൾക്കാർ പോകുമ്പോൾ ഒരു വ്യൂ കിട്ടുന്ന പോയിന്റിലും ആയിരുന്നല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോൾ ഉള്ളിലേക്കായതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇനി ആൾക്കാർ അറിഞ്ഞ് വരണം അല്ലേ. വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. സത്യം, ആ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണ്ട. കാരണം 4 വർഷം എൻ്റെ മുന്നോട്ട് പഠിത്തം, അതുവരെ ആരൊക്കെ എങ്ങനെയൊക്കെ ഇതാക്കിയാലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ എറണാകുളം ജില്ലയിലാണ്. ഇത് അയ്യപ്പൻകാവ് അയ്യപ്പസ്വാമി അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ അടുത്തായിട്ട് മഞ്ചേച്ചിയുടെ ഒരു 40 രൂപയ്ക്ക് ഊണ് കൊടുക്കണ കടയെ പറ്റി നമ്മളൊരു വീഡിയോ കഴിഞ്ഞ 2025 ഒക്ടോബറിൽ ചെയ്തായിരുന്നു. ഒരുപാട് കഷ്ടപ്പാടിക്കൂടെയും വിഷമത്തിക്കൂടെയൊക്കെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അന്ന് ചേട്ടൻ മരിച്ചിട്ട് അധികം ദിവസമായിട്ടില്ല. ആ സമയത്തൊക്കെയാണ് ഞാൻ വന്നൊരു വീഡിയോ ചെയ്തു കൊടുക്കുന്നത്. നിങ്ങളൊക്കെ എത്ര സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തീരില്ല. അത്രയും സപ്പോർട്ട് കൊണ്ട് ചേച്ചി അത്യാവശ്യം നന്നായി തന്നെ കച്ചവടമൊക്കെ ആയിട്ട് മുന്നോട്ടേക്ക് പോവുക. അത്യാവശ്യം കച്ചവടം എന്നുള്ളതല്ല, നല്ലോണം തിരക്കൊക്കെ വന്ന് ഇങ്ങനെ ക്യൂ നിന്നിട്ടൊക്കെ ആളുകൾ ചോറ് മേടിക്കണം. 40 രൂപയ്ക്ക് എറണാകുളത്ത് ഊണ് കിട്ടുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ലല്ലോ. അങ്ങനെയുള്ളൊരു സമയത്ത് പോകുമ്പോഴാണ് മട്ടനാട് എന്ന് പറയുന്ന ഒരു റൈസ് ബ്രാൻഡ് ചേച്ചിക്ക് ഇതാ ഈ കിടക്കണ ഫുഡ് കാർട്ട് കൊടുക്കാൻ വരുന്നത്. അതിൻ്റെ വീഡിയോയും നമ്മൾ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ നിങ്ങളോട് ഷെയർ ചെയ്തായിരുന്നു. അപ്പോൾ ആ കട ഇപ്പോൾ തൽക്കാലം ഇരുന്ന സ്ഥലത്തുനിന്ന് മാറ്റേണ്ടി വന്നു. ചേച്ചി ആദ്യം തന്നെ എന്നെ വിളിച്ചു, മോളെ ഇത് മാറ്റുകയാണ്, അപ്പോൾ ഇനി മാറ്റുമ്പോൾ പുതിയ സ്ഥലം ആളുകൾ അറിയില്ലല്ലോ, അപ്പോൾ കുറച്ച് ഇപ്പുറത്തോട്ട് ഇങ്ങോട്ട് മാറിയിട്ടാണ് ഉള്ളത്. അപ്പോൾ പുതിയ കടയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പേരിങ്ങനെ കുറ്റം പറയും, സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ള ഫുഡ് വ്ളോഗേഴ്സ് ഓരോ സ്ഥലത്ത് പോയിട്ട് ഫുഡ് കഴിച്ചിട്ട് അത് പറയണു ഇത് പറയണു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ നെഗറ്റീവ് പറയുമ്പോഴും ഇതുപോലെയുള്ള കുറേ മനുഷ്യരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നുണ്ട്. മഞ്ചേച്ചീനെ ഇപ്പോൾ കേരളത്തിലുള്ള ഒരുപാട് മനുഷ്യർക്കറിയാം. ഒരുപാട് വ്ളോഗർമാർ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട്, ഒരുപാട് പലതരത്തിലുള്ള സഹായങ്ങൾ മഞ്ചേച്ചിനെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പുതിയ കടയിലെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. കേര അത് കുടമ്പുളിയിട്ട് വെട്ടിച്ചക്കറി, ചിക്കൻ പാർട്സ്, അത് ദോശയുടെയൊക്കെ കൂടെ അല്ലേ. അതെപ്പോൾ തുടങ്ങിയപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ടാക്കണ്ടേ? ഉച്ചയ്ക്ക് തുടങ്ങും അല്ലേ. ഇത് ചെമ്മീൻ കറി. ഇത് ഞങ്ങൾ അന്ന് വരുമ്പോഴും ഉണ്ടായിരുന്നു ചേച്ചി. ഇത് വറുത്തരച്ചതാ? അല്ലാതെ വഴറ്റിയിട്ട് ചെമ്മീൻ മസാല ചേർത്ത്. അപ്പം എന്താ വെച്ചാൽ ഈ ദോശയ്ക്കും ഇതിൻ്റെ ഒക്കെ പൊറോട്ടയുടെ ഒപ്പം നല്ലതാണ്. ഇത് ചിക്കൻ കറി, ഇത് ബീഫ് കറി. അപ്പം എല്ലാം റെഡിയാക്കി ഇവിടേക്ക് കൊണ്ടു വെച്ചു. ഇതാണെങ്കിൽ വറുത്തരച്ച കോട്ടിക്കറി, ചിക്കൻ ഫ്രൈയും ഉണ്ട് കേട്ടോ, മീൻ വറുത്തതും ഉണ്ട്. അത് പയല ഫ്രൈ ആണേ. ലിവർ അത് സാധാരണ നമ്മൾ 40 രൂപയുടെ ഊണിൻ്റെ കൂടെ അന്നത്തെ പോലെ തന്നെ സാമ്പാറുണ്ട്. ഏതാ ഒരു തോരൻ, മാങ്ങാച്ചാറ്. നിങ്ങൾ പുതിയ സ്ഥലത്തേക്ക് പോന്നു. എത്ര ദിവസമായി? 5-ാം തീയതി പോന്ന വെള്ളിയാഴ്ച പോന്നു. ഇന്ന് 10-ാം തീയതി, 5 ദിവസം അല്ലേ. പൈസക്കൊന്നും മാറ്റമില്ല, നമ്മൾ ആ വിലക്ക് തന്നെ സെയിം വിലക്ക് തന്നെയാണ് ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കണത്. ചെറിയ കറിയിൽ മാത്രമേ 10 രൂപയുടെ വ്യത്യാസം. അത് ഇടയ്ക്ക് ഗ്യാസിന് വില കൂട്ടിയ സമയത്ത് നമ്മൾ ചെയ്തതാണ്. ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഊണ് 40 രൂപയ്ക്ക് തന്നെ. ഊണ് 40. നമുക്ക് ഉച്ചയ്ക്ക് തുടങ്ങാൻ ഉദ്ദേശിക്കണ്ട. ഇപ്പോഴേ ഈ ജോലിയും കൂടെ ഉള്ളത് കൊണ്ട് ഉച്ചവരെ അത് കഴിഞ്ഞ് വന്നല്ലേ മോനെ ചെയ്യണം. പിന്നെ പാടാണ്. നോക്കിയിട്ട് പതുക്കെ തന്നെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ട്. വൈകുന്നേരത്തേക്ക് സ്റ്റാർട്ട് ചെയ്താൽ ഒരു സ്നാക്സും ചായ അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിക്കണം. ഇപ്പം ആയിട്ടില്ല, പതുക്കെ ആക്കണം. അങ്ങനെ ഉഷാറായിട്ട് പോവുകയാണ്. നമ്മൾ അന്ന് അവിടെ വീഡിയോ ഇടുന്ന സമയത്ത് ഒരുപാട് ആളുകൾ സപ്പോർട്ട് ചെയ്തു. സത്യം, ആ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണ്ട. കാരണം 4 വർഷം എൻ്റെ മുന്നോട്ട് പഠിത്തം, അതുവരെ ആരൊക്കെ എങ്ങനെയൊക്കെ ഇതാക്കിയാലും എനിക്ക് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ. ചേച്ചീനെ ഇപ്പം എല്ലാവർക്കും അറിയാം, പണ്ടത്തെ പോലെ അല്ല. അയ്യപ്പൻകാവിലെ മഞ്ചേച്ചി എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾക്ക് അറിയാം. അപ്പോൾ അവള് 1-ാം വർഷം പരീക്ഷ അടക്കുകയാണ് അല്ലേ. നാളെ മറ്റന്നാളും പരീക്ഷ. മോനോട് പ്രാർത്ഥിക്കാൻ പ്രത്യേകം പറഞ്ഞിട്ട്. പിന്നെന്താ, അതൊക്കെ അവള് എഴുതിയെടുക്കും, മിടിക്കല്ലേ. അപ്പോൾ നമുക്കിനി ഊണൊക്കെ കഴിച്ച് വെക്കാം. അപ്പോൾ ഇതാണ് 40 രൂപയ്ക്കുള്ള ഊണ്. ഇത്ര അല്ല കേട്ടോ, ചോറ് എത്ര വേണമെങ്കിലും തരും. എനിക്ക് കുറച്ച് മതി എന്നുള്ളതുകൊണ്ട് രാത്രി ഇപ്പോൾ കുറേ കാലമായിട്ട് ചോറ് കഴിക്കലില്ല, അതുകൊണ്ട് കുറച്ച് മേടിച്ചതാണ്. സാമ്പാറും ഇതാ ഒരു ക്യാരറ്റിൻ്റെ തോരനും ഉണ്ട്, പിന്നെ മാങ്ങാച്ചാറ്. ഇത് മൂന്നാണ് ഉള്ളത്. ചേച്ചിയുടെ സാമ്പാറും ഈ അച്ചാറും ഇതിന് ഭയങ്കര രസം. അന്ന് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞില്ലേ. ശരിക്കും ഈ ചെറിയ പൈസക്കൊക്കെ ജോലിയാണ്. എത്രയോ മനുഷ്യരുണ്ട് ഇവിടെ വന്ന കൂടുതൽ ആളുകളും ഈ 40 രൂപയുടെ ഊണാട്ടോ മേടിച്ച് കഴിച്ചു. സ്പെഷ്യലൊക്കെ മേടിക്കണവർ കുറവാണ്. ഒരുപാട് സ്പെഷ്യലുണ്ട്, ഇപ്പോൾ കാണിച്ചു തന്നില്ലേ.
പക്ഷെ കൂടുതൽ ആളുകളും ഈ 40 രൂപയുടെ ചോറ് പാർസൽ മേടിച്ചുകൊണ്ട് പോകുന്നവരങ്ങനെ ഇരുന്ന് കഴിക്കണവരങ്ങനെ. കാരണം അതും ഒരു ചെറിയ പൈസയല്ല, വയറ് നിറച്ച് 40 രൂപയ്ക്ക് ഭക്ഷണം കിട്ടുമല്ലേ. നല്ല കറികളൊക്കെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് 40 രൂപയുടെ ഊണ് മാത്രമാണ് കാണിച്ചത്, സ്പെഷ്യൽ ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പോയിട്ട് ഒരു മീൻ കറിയും ചിക്കൻ ഫ്രൈയും കൂടെ സ്പെഷ്യൽ മേടിച്ച് വെച്ചും വരാം. ചിക്കൻ ഫ്രൈ നമുക്ക് ദോശയുടെ കൂടെ മേടിക്കാം. ഞാൻ വിചാരിച്ചു അതുകൂടെ മേടിക്കാം, പക്ഷെ കറി കുറേ ഉണ്ട്. ഇതിങ്ങനെ 70 രൂപയാണ്. ചേരക്കറി, കുടമ്പളി, തക്കാളി ഒക്കെ ഇട്ട് വെച്ച അടിപൊളി കറി. ശരിക്കും ഇപ്പോൾ ഗ്യാസിനൊക്കെ എന്തോരം വില കൂടി, എല്ലാ സാധനങ്ങൾക്കും വില ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴും ചേച്ചിയാൽ 40 രൂപയ്ക്ക് നമ്മൾ ഈ കഴിഞ്ഞ ഒരു ഏറെക്കുറെ 6-7 മാസത്തിന് പുറത്തായി, 8-9 മാസത്തിൻ്റെ അടുപ്പിച്ചായി. അപ്പോൾ കൊടുത്തിരുന്ന അതേ വിലയിൽ തന്നെ ഇപ്പോഴും ചോറ് കൊടുക്കുകയാണെന്ന് പറയുമ്പം അതിനകത്ത് വലിയ ലാഭമൊന്നുമില്ല, നിങ്ങൾക്കും അറിയാം. പക്ഷേ ചേച്ചി വില കൂട്ടാത്തതാണ്. കാരണം അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യരുണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാൻ അന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറേ വയസ്സായ മനുഷ്യരെ, ഒരു 60 വയസ്സ് 65 വയസ്സിന് മേലോട്ടുള്ള കുറേ വയസ്സായ അച്ഛന്മാർ ഇവിടെ വന്ന് ചേച്ചി കട തുറക്കുന്നതിന് മുമ്പേ ഇവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ചിലരുടെ കയ്യിലൊന്നും നിർവാഹം ഉണ്ടാവില്ല പൈസ കൊടുക്കാൻ, പക്ഷെ അത് ചേച്ചി കൊടുക്കുക, ആ ഊണ് കൊടുക്കുകയാണ്. അപ്പോൾ അത് അങ്ങനെ വലിയൊരു ലാഭം എന്നുള്ളതൊന്നുമല്ല. ഈ സ്പെഷ്യൽ ആരെങ്കിലും കൂടി മേടിച്ചാൽ മാത്രമാണ് ചേച്ചിയെ സംബന്ധിച്ച് ഒരു ലാഭമുള്ളൂ. എനിക്ക് ചോറ് മാത്രം കൊടുക്കുമ്പോൾ അങ്ങനെ പറയത്തക്ക ഒരു ലാഭമൊന്നും അതിനകത്തുണ്ടെന്ന് തോന്നണില്ല. കാരണം എണ്ണയുടെ വില കൂടി, ഗ്യാസിൻ്റെ വില കൂടി, അരിയുടെ വില കൂടി, എല്ലാത്തിനും വില വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ. ചേച്ചിയുടെ ചോറിന് ഇപ്പോഴും ആ 40 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇവിടം വരെ എത്തി നിൽക്കുന്നത്. അന്ന് റോഡിൽ വളരെ കഷ്ടതയിൽ ഞാൻ അങ്ങ് വരണമെന്ന് വെച്ചാൽ ഭയങ്കര സങ്കടകരമാണ്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. കൊച്ചി നഴ്സിങ്ങിനാണ് പഠിക്കുന്നത് ബാംഗ്ലൂർ. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ എടുക്കാൻ വരുമ്പോൾ അഡ്മിഷൻ കിട്ടിയിട്ട് ഇങ്ങനെ ഇവരെന്താ പറയുന്നത്, അതിൻ്റെ ബാക്കി കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെ നിൽക്കണ ഒരു സ്റ്റേജിൽ അന്ന് വന്ന് വീഡിയോ എടുത്തത്. പക്ഷെ ഒരുപാട് ആളുകളുടെ സഹായം കൊണ്ട് എന്തായാലും ഒരു വർഷം ഇങ്ങനെ ഒരു കടമുറിയിലേക്ക്, ഇപ്പോൾ ഒരു മുറിയും കൂടെ ഉണ്ട് കേട്ടോ. അന്ന് നമ്മൾ റോട്ടിൽ നിന്നിട്ടല്ലേ ഭക്ഷണം കഴിച്ചത്. അപ്പോൾ അവിടെയൊക്കെ ആളുള്ളതുകൊണ്ടാണ് ഞാൻ പുറത്തിറങ്ങി നിൽക്കണത്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അവർക്കൊക്കെ ഒരു ബുദ്ധിമുട്ടാവുമല്ലോ, അതുകൊണ്ട്. അപ്പോൾ ഒരു മുറി അവിടെ ഉണ്ട് ചേച്ചിക്ക്. അത് അന്ന് അവർ കൊടുത്ത ആ കട അതുണ്ട്, അതുള്ളതുകൊണ്ട് അതിനകത്ത് വെച്ച് സാധനങ്ങളൊക്കെ മഴ നനയാതെ വെക്കാനുള്ളൊരു സൗകര്യം ഉണ്ട്. അപ്പോൾ അതൊക്കെ വലിയൊരു സഹായമാണ്. നമ്മൾ പുറമേ നോക്കണ മാതിരിയല്ല, ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകൾക്ക് ചെറിയ സഹായം പോലും ഒരുപാട് വിലയുള്ളതാണ്. ഇനിയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം. ഇനി ഞാനപ്പോൾ ചോറ് കഴിക്കുകയാണെങ്കിൽ ഒരുപാട് കാലത്തിന് ശേഷം, സത്യം പറഞ്ഞാൽ അന്ന് മഞ്ചേച്ചിയുടെ വീഡിയോ എടുക്കുമ്പോഴാണെന്ന് തോന്നുന്നു രാത്രി ഞാൻ ചോറ് കഴിച്ചത് ലാസ്റ്റ്. പിന്നെ അതിനുശേഷം അങ്ങനെ അധികം കഴിച്ചിട്ടില്ല. രാത്രി ചോറ് കഴിക്കുന്ന ശീലമല്ല. പക്ഷെ ഇവിടെ വരുമ്പോൾ ഇത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പൊറോട്ടയുണ്ട്, ദോശയുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും ഇവിടെ വരുമ്പോൾ ഈ സാമ്പാർ കഴിച്ച് ചോറ് കഴിക്കാനും അച്ചാർ കൂട്ടി ചോറ് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്നും കഴിച്ച് നോക്കിക്കോട്ടെ. ചെറുതായിട്ട് സ്ഥലം കിടക്കി മാറിയെന്നേ ഉള്ളൂ. ഇവിടെ ഒരു ഐഡന്റിഫിക്കേഷൻ മാർക്ക് അയ്യപ്പൻകാവ് തന്നെയാണ്. ഇവിടെ ഉള്ളൊരു 100 മീറ്റർ അപ്പുറത്താണ് അമ്പലം ഇരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മാളിയേക്കൽ ഗോൾഡ് ഫിനാൻസിൻ്റെ ഒരു ഇതുണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മാളു ഫുഡ്സ് എന്ന് പറഞ്ഞ ചേച്ചിയുടെ ഈ വണ്ടി റോട്ടിൽ നിന്ന് തന്നെ കാണാൻ പറ്റും. ഇത് അവളെ പഠിപ്പ് തീരണവരേക്ക് ഇത് ഇവിടെ നിന്ന് ഒഴിയാണ്ട് പിന്നെന്താ അവള് മിടിക്കുകയാണ്. അവള് പഠിച്ചോളൂ. ഇതുവരെയൊക്കെ നടന്നില്ലേന്നേ ഞാൻ ഒന്നും പറഞ്ഞില്ല. എന്തൊക്കെ അതിജീവിച്ചിട്ട് എവിടെ എത്തിയത്. ഇതും നമ്മൾ തരണം ചെയ്യും. 3-4 കൊല്ലോടി കഴിഞ്ഞ് ചേച്ചിക്കൊന്ന് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ മുന്നേ സപ്പോർട്ട് ചെയ്ത പോലെ ഒന്നും കൂടെ മഞ്ചേച്ചിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. കാരണം കട അവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തേക്ക് മാറ്റി. അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കട മാറ്റിയെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതെല്ലാവരും കാണണമെന്നില്ലല്ലോ. സ്ഥിരമായിട്ട് വരുന്ന സ്ഥലത്ത് കട കാണാണ്ടാവുമ്പോൾ കുറേ പേരൊക്കെ തിരിച്ചു പോയി. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. കച്ചവടം ഇങ്ങനെ ആയി വരണേ ഉള്ളൂ. അപ്പോൾ ഇത് അയ്യപ്പൻകാവ് ഇങ്ങനെ നേരെ അങ്ങടേക്ക് ചെന്നാൽ ഒരു 100 മീറ്ററിലാണ് അമ്പലം ഉള്ളത്. അമ്പലം വളരെ ഫേമസ് ആണ്, എല്ലാവർക്കും അറിയുന്നതാണല്ലോ. പിന്നെ ഇവിടെ മാളിയേക്കൽ ഫിൻകോർപ്പ് ഗോൾഡ് ലോൺ, അതാണ് കറക്റ്റായിട്ടൊരു ലാൻഡ്മാർക്ക്. അത് ഗൂഗിൾ മാപ്പിലും ഉണ്ട് കേട്ടോ. അപ്പോൾ നേരെ തൊട്ടടുത്തായിട്ടുണ്ട്. നേരമില്ലാത്ത നേരത്ത് എനിക്ക് വേണ്ടി ഞാൻ വരും എന്ന് പറഞ്ഞിട്ട് കഷ്ടപ്പെട്ട് പാവട്ടോ നടുവൊക്കെ വയ്യാണ്ടിരിക്കുകയാണ്. അടപ്രഥമൻ ഇതുപോലത്തെ 2 ഡപ്പി അടപ്രഥമനൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുക. അതാണ് ചില സ്നേഹം എന്ന് പറയുന്നത്. കാരണം ഒട്ടും വയ്യ ആൾക്ക് ഇത്രയും സാധനങ്ങൾ 1 മണി മുതൽ വെച്ചുണ്ടാക്കി ഇവിടെ കൊണ്ടുവരണ്ട. അതിൻ്റെ കൂടെ ഞാൻ വരും എന്നുള്ളതുകൊണ്ട് എനിക്ക് വേണ്ടി കരുതി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇപ്പോൾ മഞ്ചേച്ചീനെ ഒന്നും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം. ഒരു വട്ടം കൂടി ഞാൻ പറയുകയാണ്. അപ്പോൾ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും വരാം.